നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 11 പാക്കറ്റുകളിലായി ട്രോളി ബാഗിൽ കൊണ്ടുവന്ന 11 കിലോ കഞ്ചാവ് പിടികൂടി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കഞ്ചാവ് കേരള റെയിൽവേ പോലീസ് പിടികൂടിയത്. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായ മുഖമാണ് എറണാകുളത്ത് പുറത്തു വന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. ആപത്ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ പരിജ്ഞാനം നേടുക എന്നത് പരമപ്രധാനമായ കാര്യമാണെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ. ജനകീയ സമരങ്ങളെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് മുൻ MPയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ VM സുധീരൻ. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. വാർത്തകൾ വിശദമായി. 11 പാക്കറ്റുകളിലായി ട്രോളി ബാഗിൽ കൊണ്ടുവന്ന 11 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കഞ്ചാവ് അടങ്ങിയ ട്രോളി ബാഗ് കണ്ടെത്തിയത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രോളി ബാഗിൽ പ്ലാസ്റ്റിക് കവറുകളാക്കി പൊതിഞ്ഞ 11 കിലോ കഞ്ചാവ് പിടികൂടി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വൈകിയെത്തിയ ആലപ്പുഴ ധൻബാദ് വന്നതിന് ശേഷം റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഓരോ കിലോ വീതമുള്ള കഞ്ചാവ് കണ്ടെത്തിയത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് തെക്കുവശം ആലപ്പുഴ എന്നെഴുതിയ സൈൻ ബോർഡിന് താഴെയാണ് ട്രെയിൻ വഴി ട്രോളി ബാഗിലായി കടത്തിയ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മാസത്തിനിടെ ഇത് 6-ാം തവണയാണ് ഇത്തരത്തിൽ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടുന്നത്. കേരള റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ K ബിജോയ് കുമാർ, ഗ്രേഡ് SI ജയപ്രകാശ്, ഗ്രേഡ് ASI വേണു, CPOമാരായ അരുൺ മോഹൻ, ബാലു ബ്രഹ്മാനന്ദ, കിഷ്ലാൽ എന്നിവരുടെ പരിശോധനാ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഓപ്പറേഷൻ രക്ഷതയുടെ ഭാഗമായി ട്രെയിനിലും റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലടക്കം പരിശോധന ശക്തമാക്കി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കഞ്ചാവ് പിടികൂടുന്നതെന്നും ഏകദേശം 50 കിലോയിലധികം കഞ്ചാവ് ഇത്തരത്തിൽ പിടികൂടിയതായും അധികൃതർ സൂചിപ്പിച്ചു. ട്രെയിനിൽ കഞ്ചാവ് കൊണ്ടുവന്ന് റെയിൽവേ പ്ലാറ്റ്ഫോം വരെ എത്തിക്കുമെങ്കിലും അത് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനുള്ള അവസരം റെയിൽവേ പോലീസ് നൽകാറില്ല എന്നും പരിശോധന അത്തരത്തിൽ സൂക്ഷ്മവും കർശനവുമായിട്ടാണ് നടപ്പാക്കുന്നതെന്നും റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ K ബിജോയ് കുമാർ ന്യൂസിനോട് പറഞ്ഞു. അത് ആലപ്പുഴ യാത്ര അവസാനിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് കയറ്റി വിടുകയും അത് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവവും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ ഈ ട്രെയിനിൽ കയറ്റിവിട്ട് ആലപ്പുഴ പ്ലാറ്റ്ഫോമിൽ ഇത് ഏറ്റെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ കയ്യിൽ അകപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് ഇന്നിപ്പോ സംഭവിച്ചത്. സ്ഥിരമായിട്ട് അങ്ങനെയാണ് പ്ലാറ്റ്ഫോമിൽ ഇവർ ഉപേക്ഷിക്കുകയും അതെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ വിജിലന്റ് ആയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായതുകൊണ്ടാണ് ആ രീതിയിൽ അവർക്ക് ഇത് കൊണ്ടുപോയി വിപണിയിൽ എത്തിക്കാൻ സാധിക്കാതെ. ഇത് ഏകദേശം 11 കിലോയോളമുള്ള ഒഡീഷ ബേസ്ഡ് കഞ്ചാവ് ആയിരിക്കാൻ ആണ് എല്ലാ സാധ്യതയും കാണുന്നത്. ഇതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിലാണ്. ഇത് ആരെങ്കിലും കൊണ്ടുവന്ന ആർക്കാണ് കൊണ്ടുപോയി കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ആരാണ് കൊണ്ടുവന്നത്, ഇതിന്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തുടർന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും സുരക്ഷാ പരിശോധന റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ശക്തമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായ മുഖമാണ് എറണാകുളത്ത് പുറത്തു വന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായ മുഖമാണ് എറണാകുളത്ത് CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിയമസമാധാനത്തിന് പേരുകേട്ട കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ മുഖ്യമന്ത്രിക്കാണ്. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായിട്ടുള്ള മുഖമാണ് എറണാകുളത്തെ സംഭവത്തിലൂടെ വന്നിരിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ ഭീകരമായി മർദ്ദിക്കുന്നത് ജനമാരും അറിയാറില്ല. അത് മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം നിയമ പോരാട്ടത്തിലൂടെയാണ് തൃശ്ശൂരിലത്തെ മർദ്ദനം പുറത്തു വന്നത്. അതുപോലെ ഇതും വളരെ മുൻപ് സംഭവിച്ചതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ പോലീസ് നിയമസമാധാനത്തിന് പേരുകേട്ട പോലീസിനെ
മർദ്ദന ഉപകരണമാക്കി മാറ്റി ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ഏറ്റവും വലിയ പരമ്പരകൾ തന്നെ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാർട്ടി ആവശ്യത്തിനും ക്രിമിനലുകളെ സംരക്ഷിക്കാനും പോലീസിനെ ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ ഭീകരമായി മർദ്ദിക്കുന്നു. ക്രമസമാധാന പാലനത്തിൽ പേരുകേട്ട പോലീസിനെ മർദ്ദന ഉപകരണമാക്കി സർക്കാർ മാറ്റി. ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരള പോലീസിനെ കൊണ്ടെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും KC വേണുഗോപാൽ പരിഹസിച്ചു. ആപത്ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ പരിജ്ഞാനം നേടുക എന്നത് പരമപ്രധാനമായ കാര്യമാണെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വിവിധ തരത്തിലുള്ള ആപത്ത് ഘട്ടങ്ങളിൽ സംഭവ സ്ഥലത്ത് ആദ്യം ഓടിയെത്തുന്നത് പോലീസ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ആപത്ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ പരിജ്ഞാനം നേടുക എന്നത് പരമപ്രധാനമായ കാര്യമാണെന്നും പ്രഥമ ശുശ്രൂഷ നൽകുന്നത് ഓരോ കുടുംബങ്ങളിലെയും അംഗങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണെന്നും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി കോട്ടയം കാരിത്താസ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും പ്രഥമ ശുശ്രൂഷയും സംബന്ധിച്ച ഏകദിന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി. നിങ്ങൾ പോകണം നിർബന്ധമായിട്ട് ആദ്യം പറഞ്ഞു തന്നെ ഏറ്റവും ലോവർ ലെവലിൽ ഫാമിലിയിലൊന്നും ആദ്യം പ്രാക്ടീസ് ചെയ്യണം എല്ലാവരും. അതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സ്പീരിയൻസ് തരുന്നത്. ആദ്യം ഫാമിലി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അത് സ്വന്തം മനസ്സിലാക്കുക. ഫാമിലിയിലെത്തുക, ഫ്രണ്ട്സിലെത്തുക, പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഇത് വളർന്ന് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നമ്മുടെ ഈ പറഞ്ഞ ടൂറിസം ഡെവലപ്മെന്റ് ഏരിയയിലൊക്കെ ഉള്ള ആ പ്രോഗ്രാമുകളൊക്കെ നിയർ ബൈ ആയിട്ട് കുറെ ഫിഷർമാൻ കുറെ ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകളൊക്കെ ഈ ടൂറിസ്റ്റുകൾ വന്ന് നമുക്ക് പോകുന്ന എത്രയോ കേസിലോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നു. പക്ഷെ പിന്നീട് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വാരിയെടുത്ത് നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കാഷ്വാലിറ്റിയിൽ നിന്ന് പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. കാഷ്വാലിറ്റിയിൽ എത്രമാത്രം എക്സ്പീരിയൻസും എത്ര ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ഗോൾഡൻ അവർ ഉണ്ട്, ആ ഗോൾഡൻ മിനിറ്റ്സ് ഉണ്ട്, ഗോൾഡൻ സെക്കൻഡ്സ് ഉണ്ട്. ആ ഗോൾഡൻ സെക്കൻഡ്സിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം. ജില്ലാ പോലീസ് പരിശീലന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ R വിവേക്, ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ നിഖിൽ ദിലീപ്, എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ട്രോമ കെയർ യൂണിറ്റ് ഡോക്ടർ വിജേഷ് വിൻസെന്റ്, കൗൺസിലിംഗ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്റ്റിൻ തോമസ് എന്നിവർ പരിശീലന ക്ലാസ് നയിച്ചു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി 100-ലധികം ഉദ്യോഗസ്ഥർ പരിശീലന ക്ലാസ്സിൽ സംബന്ധിച്ചു. ജനകീയ സമരങ്ങളെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് മുൻ MPയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ VM സുധീരൻ അഭിപ്രായപ്പെട്ടു. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ലോകത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്നതിന് വേണ്ടിയും സാർവത്രികമായ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച വലിയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നും ആ പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളായി അവകാശപ്പെടുന്ന ഭരണാധികാരികൾ ജനകീയ സമരങ്ങളെ വളരെ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന VM സുധീരൻ പറഞ്ഞു. ലോകത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്നതിന് വേണ്ടി, സാർവത്രികമായ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച ഒരു വലിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളായി അവകാശപ്പെടുന്ന ഇന്നത്തെ ഭരണാധികാരികൾ ജനകീയ സമരങ്ങളെ നോക്കിക്കാണുന്നത് അതീവമായ പുച്ഛത്തോടുകൂടിയാണ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അതേ സമീപനം, സ്വാതന്ത്ര്യ സമരത്തോടുള്ള ജനകീയ പ്രക്ഷോഭത്തോടുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അതേ മനോഭാവം, ഏകാധിപത്യ സന്ദേശമുയർത്തി കേരളത്തിൽ തിരുവിതാംകൂറിൽ ഭരിച്ച സർ CPയുടെ അതേ മനോഭാവം വെച്ചുപുലർത്തിക്കൊണ്ട് ജനകീയ സമരങ്ങളെ അനാദരവോടെ കാണുകയും അടിച്ചമർത്താൻ ശ്രമിക്കുകയും തരം കിട്ടി. 2025 ഡിസംബർ 27-ന് 500 ദിവസം തികയുന്ന കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അതേ മനോഭാവവും ഏകാധിപത്യ പ്രവണതയുമാണ് നിലവിലെ സർക്കാർ തുടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യാഗ്രഹ സമിതി ചെയർമാൻ BR കൈമൾ കരുമാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് U മുഹമ്മദ്, AM നൌഫൽ,
ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഇയാച്ചേരി പത്മിനി ടീച്ചർ, ME ഉത്തമക്കുറുപ്പ്, CK വിജയകുമാർ, ജഗദീശൻ കളത്തിൽ, രാജു പള്ളിപ്പറമ്പിൽ, ജോസഫ് മാരാരിക്കുളം, കലാനിലയം ഗോവിന്ദൻകുട്ടി, ഫാദർ ജോൺ വൈപ്പിൻ, ഫാദർ ഗീവർഗീസ് നെടിയാമലയിൽ, ജോർജ് മേച്ചേരി, ഉമ്മൻജെ മേടാരം എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ മുല്ലക്കൽ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ചിരപുരാതനമായ മുല്ലക്കൽ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിന് ഡിസംബർ 20 കൊടിയേറുമെന്ന് ക്ഷേത്രയോഗം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ 2025 മണ്ഡല മഹോത്സവം ഡിസംബർ 20 നാളെ 7-നും 7:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രിമുഖ്യൻ പുതുമന ഇല്ലത്തെ S. ദാമോദരൻ തന്ത്രിയുടെ മുഖ്യകാർമ്മത്തിൽ കൊടിയേറ്റ് നടക്കുന്നു. പതിരാളി അമ്മയ്ക്കും ഭുവനേശ്വരി അമ്മയ്ക്കും കൊടിയേറ്റ് നടക്കുന്നു. ജാതിമത ഭേദമന്യേ ആലപ്പുഴ ജില്ല മാത്രമല്ല മറ്റുള്ള ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ ഈ ഉത്സവം കാണാൻ എത്തുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രം ഏതാണ്ട് 800 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. നമ്മുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൗഢിയോടെ നിൽക്കുന്ന രാജഗോപുരം, ഉത്സവത്തിന് മാറ്റുകൂട്ടുന്ന കലാവിരുന്നുകൾ. ശനിയാഴ്ച വൈകിട്ട് 7-നും 7:30 ഇടയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് S. ദാമോദരൻ തമ്പൂതിരി തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഡിസംബർ 27 രാത്രി 11:30 ശേഷം തൃക്കൊടിയിറക്കത്തോടെയാണ് മണ്ഡല മഹോത്സവം സമാപിക്കുന്നത്. മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 20 മുതൽ 27 വരെ ആചാരപരമായ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും സംഘടിപ്പിക്കും. ക്ഷേത്രയോഗം പ്രസിഡന്റ് KS ഷാജി കളരിക്കൽ, വൈസ് പ്രസിഡന്റ് G. മോഹൻദാസ് മാംപറമ്പിൽ, ചെയർമാൻ R. അനിൽകുമാർ തൈക്കൂട്ടം, ജനറൽ കൺവീനർ MK വിനോദ്, ശ്രീ പാർവതി, PD രാജു എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 11 പാക്കറ്റുകളിലായി ട്രോളി ബാഗിൽ കൊണ്ടുവന്ന 11 കിലോ കഞ്ചാവ് പിടികൂടി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കഞ്ചാവ് കേരള റെയിൽവേ പോലീസ് പിടികൂടിയത്. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായ മുഖമാണ് എറണാകുളത്ത് പുറത്തു വന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. ആപത്ഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ പരിജ്ഞാനം നേടുക എന്നത് പരമപ്രധാനമായ കാര്യമാണെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ. ജനകീയ സമരങ്ങളെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് മുൻ MPയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ VM സുധീരൻ. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.